ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലിനിയ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ഓഫ് ഡേ ആട്ടോ. രാവിലെ തന്നെ എണീറ്റിരിക്കുക. രാവിലെ എന്ന് പറഞ്ഞ സമയം ഇപ്പോൾ ഏകദേശം 11:45. അപ്പോൾ രാവിലെ ഇടയ്ക്ക് എപ്പോഴും കണ്ണുറന്നപ്പോൾ നല്ലൊരു വെയിലൊക്കെ കണ്ടിരുന്ന് കുറച്ചും കൂടെ സണ്ണി ആയിട്ടുള്ള ദിവസം എന്നൊക്കെ വിചാരിച്ചാണ് എണീറ്റത്. പക്ഷേ എങ്കിൽ പുറത്തേക്ക് നോക്കുമ്പോൾ ആകെപ്പാടെ ക്ലൗഡി ആയിട്ട് ഇങ്ങനെ മരച്ച് കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ എന്താണെന്ന് നമ്മളിതുവരെ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഫ്രൈഡേയുടെ ഡീലിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ വരുന്നതാണ് ഇതെൻ്റെ ഈ കട്ടിലൊക്കെ. അപ്പം അതിൻ്റെയൊക്കെ പരിപാടികൾ കഴിഞ്ഞിട്ട് കുറച്ച് ചപ്പും ചോറൊക്കെ നിലത്ത് കിടപ്പുണ്ട്. ഇന്നലെയാണ് നമ്മൾ ഫിക്സ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ ക്ലീൻ ഔട്ട് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ ഒന്ന് പുറത്ത് പോകണമെന്ന് പ്ലാൻ ഉണ്ട്. അത്ര മോശം വെതറാണോന്ന് വെച്ചാൽ മഴയില്ലാത്തത് കൊണ്ട് അത്ര മോശം വെതർ അല്ലെന്ന് ഞാൻ പറയും. അപ്പോൾ പറ്റുവാണെങ്കിൽ ഒന്ന് പുറത്ത് പോകണം. അത് പക്ഷേ എന്തായാലും വൈകുന്നേരത്തേക്കേ ഉള്ളൂ. പുറത്ത് വന്നു വെച്ചാൽ ഷോപ്പിങ്ങിന് പോകാനായിട്ട് അപ്പോൾ ഒരു 3:30 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും രാത്രിയാവും. അപ്പോൾ ആ ഒരു സമയത്ത് പോകാമെന്ന് വെച്ചാൽ ഷോപ്പിങ്ങിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ രാത്രി ആണെങ്കിലും പകലാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ പകൽ ഇവിടെ എവിടെയെങ്കിലും പുറത്ത് പോകണമെങ്കിൽ ചിലപ്പോൾ പോവും, ഇല്ലെങ്കിൽ നമ്മൾ TV കണ്ടിരിക്കും. അപ്പം നമുക്ക് അതിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കലാപരിപാടികളിലേക്ക് പോകാം. നമ്മുടെ റൂമിൻ്റെ വിൻഡോയുടെ പുറത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ. മരങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ഇലയൊന്നും ഇല്ലാണ്ട് ചുള്ളിക്കമ്പ് മാത്രമായിട്ട് നിൽക്കണ പോലെ തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്ക് കിളിക്കൂടൊക്കെ കാണണം കേട്ടോ. ഇവിടെ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ ആണ്. മിക്കതും തന്നെ ഇംഗ്ലീഷ് ഫാമിലീസ് താമസിക്കുന്ന ഒരു ഏരിയ എന്ന് പറയാം. ഇവിടെയൊക്കെ മലയാളികളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ചുറ്റും ഇംഗ്ലീഷുകാരെ തന്നെ ഞാൻ കാണുന്നതുകൊണ്ട് നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ല. പൊതുവേ നമ്മളെപ്പോഴും കാണുമ്പോൾ ഇങ്ങനെ ഒരു വ്യൂ ആ കാണാറ്, ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു തെരുവ്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് പരിപാടി തുടങ്ങിയിട്ടുള്ള ഒരു ഡ്രസ്സിങ് ടേബിളാണ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനി കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട് ഇതിൻ്റെ. അപ്പം ഞാൻ പറഞ്ഞ കട്ടിൽ വന്നതിൻ്റെ ബോക്സസ് ഉണ്ട് കിടക്കുന്നത്. ഇതൊക്കെ ഇനി ഒന്ന് എടുത്ത് കളഞ്ഞ് ഇവിടെ ഒക്കെ ഒന്ന് സെറ്റാക്കണം. ഈ ബ്ലാക്ക് ഫ്രൈഡേയുടെ ഒക്കെ ഡീൽ വന്നതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീട് ഓരോ സാധനങ്ങൾ വരും, അതിൻ്റെ ഇതൊക്കെ മാറ്റും. പിന്നെ അടുത്ത സാധനങ്ങൾ വരും, അതിൻ്റെ ഇതൊക്കെ മാറ്റും. അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ മാറ്റൽ പരിപാടികളൊക്കെ തന്നെ, ക്ലീനിങ് ഈ ദിവസങ്ങളിൽ അതാണ് മെയിൻ പരിപാടി. അപ്പോൾ ഈ കിടക്കുന്ന ബെഡ് ഫ്രെയിമിൻ്റെ സാധനങ്ങളാണ് കേട്ടോ താഴെ കിടക്കണതൊക്കെ. ഇതിൻ്റെ ഇവിടെ സൈഡിലൊക്കെ കുറേ കച്ചറയുണ്ട്, അതൊക്കെ മാറ്റാനായിട്ടുണ്ട്. നമ്മൾ വേറൊരു റൂമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് മാറിയതുകൊണ്ട് ഇവിടുത്തെ കച്ചറകൾ, ഇതൊരു ഗോഡൗൺ ആയിട്ട് കിടക്കുമായിരുന്നു, ഇവിടുത്തെ കച്ചറകളൊക്കെ പിന്നെ മാറ്റാനുണ്ട്. രാവിലെ തന്നെ എണീറ്റ് വന്ന് ഈ സംഭവം തുറന്ന് പുറത്തൊരു വെട്ടം കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. കുറച്ച് നേരത്തേക്കേ സന്തോഷമുള്ളൂ എന്ന് മാത്രം. കറക്റ്റ് 3:30 എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടെങ്കിൽ സൂര്യൻ അതിൻ്റെ വഴിക്കൂ. ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാത്തതുകൊണ്ട് 2 മുട്ട പൊട്ടിച്ചിട്ട് സ്ക്രാമ്പിൾഡ് എഗ് ആക്കാമെന്ന് വിചാരിച്ചു. സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് സമയം ഏകദേശം ഇത്രയൊക്കെ അയച്ചതിക്ക് എന്തുകൊണ്ട് കുറച്ച് ചോറും കറികളോട് കൂട്ടി ഇതങ്ങോട്ട് ഉച്ചയ്ക്കത്തെ ഊണായിട്ട് കഴിച്ചുകൂടാന്ന്. 12:15 കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. അപ്പോൾ പിന്നെ ചോറും ബ്രേക്ക്ഫാസ്റ്റും ഇതാക്കാം. ചിലർക്ക് വീടിൻ്റെ അകത്ത് ഇങ്ങനെ സാധനങ്ങളൊക്കെ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് കഴിക്കാനും തോന്നില്ല കേട്ടോ. അതെല്ലാം റെഡിയാക്കി സെറ്റാക്കി കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. കുറച്ച് കാർഡ്ബോർഡ് പെട്ടി സൈഡിൽ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ലല്ലോ. അപ്പം TV ഒക്കെ കണ്ടങ്ങോട്ട് ഉച്ചയ്ക്കത്തെ ഊണും ബ്രേക്ക്ഫാസ്റ്റും ആയിട്ടുള്ള ചോറങ്ങോട്ട് കഴിക്കാം. അപ്പോൾ ഇത് ഞാൻ പുതിയതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സീരീസ് ഉണ്ട്. UK ബേസ്ഡ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ടാണ് കാണിക്കുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കാൻ. TV കണ്ടിരുന്ന കുറച്ച് അധികം സമയം പോയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ തിരിച്ച് ഗാരേജിൽ കൊണ്ടുപോയിട്ടു. നമ്മുടെ ഗാരേജ് ശരിക്കും പറഞ്ഞാൽ നിറഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. നിറച്ച് സാധനങ്ങൾ അതിനകത്ത്. ഇത് ഫുള്ളും റീസൈക്കിളിൻ്റെ കൂടെ കളയാനുള്ള സാധനങ്ങളാണ്. ഇന്ന് നമുക്ക് റീസൈക്കിൾ വേസ്റ്റ് എടുക്കാനായിട്ടാണ് വരുന്നത്. പക്ഷേ എങ്കിൽ ഇത്രയും സാധനങ്ങൾ ഒറ്റയടിക്ക് പോവില്ല. അപ്പോൾ ഒരു 2-3 ആഴ്ചയായിട്ട് ഇത് കൊടുത്തു വിടേണ്ടി വരും. വൈകുന്നേരം എപ്പോഴുണ്ടല്ലോ ഒന്ന് നടക്കാൻ പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോൾ കീ കാണുന്നില്ല. അങ്ങനെ കീ തപ്പി നമ്മുടെ കുറച്ച് സമയം പോയി. എന്നിട്ട് കീ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പുറകുവശത്തെ നമ്മുടെ ബാക്ക് യാർഡിൽ കൂടെ ചാടി ഇറങ്ങിയൊക്കെയാണ് വന്നത്. അപ്പോൾ ബാക്ക് വശം പൂട്ടിയിട്ടില്ല. ഞാൻ ഇറങ്ങിയ വഴി കണ്ടുപിടിച്ച് വേറെ ആരും അകത്തേക്ക് കയറാതിരുന്നാൽ മതിയായിരുന്നു. തിരിച്ച് ചെല്ലുമ്പോൾ എങ്ങാനും ഡോറ് തുറക്കാൻ പറ്റിയില്ലെങ്കിൽ, ഡോറെന്ന് വെച്ചാൽ ബാക്ക് യാർഡിൻ്റെ ഡോർ കേട്ടോ, തുറക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അകത്ത് എങ്ങനെ കയറണം എന്നതിനെക്കുറിച്ച് വലിയ ക്ലോ ഒന്നുമില്ല. വിൽ സീ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്ക് റെഡി ആയതായിരുന്നു. ഇപ്പോൾ 3:30 കഴിഞ്ഞു.
ഒരു 3:45 ആകുമ്പോഴാണ് തോന്നുന്നു ഇന്ന് സൺസെറ്റ്. അപ്പോൾ അധിക സമയം വെട്ടം ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മൾ നടന്നിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇരുട്ടാകും. പിന്നെ ഒത്തിരി ദൂരം നമുക്ക് നടക്കാനും പറ്റില്ല, കാരണം കീ ഇല്ലാത്ത വീട് അങ്ങനെ തുറന്നിട്ടിട്ട് വന്നതുകൊണ്ട്. ബാക്ക് സൈഡാണ്, പെട്ടെന്ന് നോട്ടീസ് ആവില്ല. ഞാൻ മുന്നേ പറഞ്ഞ പോലെ കാമായിട്ടുള്ളൊരു ഏരിയ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു തരത്തിൽ ഇറങ്ങി പോകുന്നത്. എന്നാലും തുറന്നിട്ടിട്ട് വന്നേക്കണോണ്ട് ഇങ്ങനെ നടക്കാനായിട്ട് ഒത്തിരി ദൂരം പോകാനായിട്ട് അധികം ധൈര്യമില്ല. അതുകൊണ്ട് കുറച്ച് ദൂരം നടന്നിട്ട് വേഗം തന്നെ വീട്ടിൽ തിരിച്ചു പോകണം. പണ്ട് നമ്മൾ എല്ലാ ദിവസവും നടന്നായിരുന്നു കേട്ടോ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം വീട് മാറി പിന്നെ നടന്നൊന്നും പോവാത്തതുകൊണ്ട് നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ ടച്ചൊക്കെ വിട്ടുപോയി. വീട്ടിലിരുന്നാലും എല്ലാ ദിവസവും ഒന്നും നടക്കാനൊന്നും പോവാറില്ല, മടിയായിരിക്കും. അപ്പോൾ ഇന്ന് എന്തായാലും അധികം മടി തോന്നിയില്ല, നടക്കണമെന്ന് തോന്നിയതുകൊണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ എന്തായാലും ഇറങ്ങി നടന്നു കളയാമെന്ന് വിചാരിച്ചു. നടക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു എക്സസൈസിൻ്റെ കാറ്റഗറിയിലൊന്നും പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ വീട്ടിലിരുന്ന് കുറേ നേരം സ്ക്രീന്, ഞാനാണെങ്കിൽ ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കും, സീരീസ്, നെറ്റ്ഫ്ലിക്സ്, അങ്ങനെ കുറേ നേരം സ്ക്രീനിൽ നോക്കണതിനേക്കാളും ബെറ്ററാണ് കുറച്ച് ഫ്രഷ് എയറൊക്കെ കൊണ്ട് ബോഡിയൊക്കെ ഒന്ന് അനങ്ങും. എക്സസൈസ് അല്ലെങ്കിലും കാർഡിയോവാസ്കുലർ ഹെൽത്തിന് നല്ലതാണെന്നാണ് പറയുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഡിയോയിൽ വരുന്നതാണ് വാക്കിങ്. പക്ഷേങ്കിൽ നമ്മൾ നടന്നിട്ട് തിരിച്ചെന്ന് വീണ്ടും ഫുഡ് കഴിക്കുമ്പോൾ നടന്നതിന് വലിയ എഫക്റ്റ് ഒന്നും ഇല്ലയെന്നാണ് പറയുന്നത്. ബട്ട് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നുള്ളൊരു ബിലീഫിലാണ് നടക്കുന്നത്. ഇത് ഞാൻ എപ്പോഴും നടക്കാൻ വരാറുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട്. പക്ഷെ ഇവിടെ വരെ നടന്ന് കഴിയുമ്പോൾ അറ്റ്ലീസ്റ്റ് നടന്നതായിട്ടൊരു തോന്നൽ വരും. ഞാൻ പറഞ്ഞ പോലെ സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്, ഇവിടെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഓണായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ നടക്കാൻ വന്നിരിക്കുന്ന വില്ലേജിൻ്റെ പേര്, ടാഡ്പോൾ വില്ലേജ്. ഞാൻ മുന്നേ ഇവിടെ വന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടേക്കാണെങ്കിൽ ഓരോ വീടുകളിലെ ലൈറ്റ്സൊക്കെ ഓണായിട്ട് വരുന്നുള്ളൂ കേട്ടോ. രാത്രിയാകുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാം. മിക്ക വീടുകളിൽ ലൈറ്റ്സൊക്കെ ഉണ്ട്. നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അത്യാവശ്യം രാത്രിയായിട്ടുണ്ടേ. വഴിയിലൊന്നും അധികം ആൾക്കാരൊന്നും കാണാനില്ല. സാധാരണ ഈ സമയമൊക്കെ ആകുമ്പോൾ ആൾക്കാരൊക്കെ പട്ടിയും കൊണ്ടൊക്കെ നടക്കാൻ ഇറങ്ങുന്നതായിരുന്നു. 1-2 പേരൊക്കെ ഉണ്ട്, എന്നാലും അധികം ആൾക്കാരില്ലാതെ ഇങ്ങനെ വിജനമായ വഴിയായിട്ട് കിടക്കുകയാണ്. നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഒന്ന് ടൗണിലൂടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ എത്ര കണ്ടതാണെങ്കിലും പിന്നെയും കടയിൽ ചെല്ലുമ്പോൾ അത് തന്നെ നോക്കി നിൽക്കും കേട്ടോ. കുറച്ചധികം നേരം നമ്മൾ ടൗണിൽ കൂടെയൊക്കെ നടന്നിട്ട് ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ വീട്ടിലൊഴികെ ബാക്കി എല്ലാ വീട്ടിലും ക്രിസ്മസിൻ്റെ ലൈറ്റ്സ് ഉണ്ട് കേട്ടോ. പുതിയ പരീക്ഷണം കേട്ടോ. നമ്മുടെ കുറച്ച് ഓട്സ്, റവ, പിന്നെ കുറച്ച് നട്ട്സ്, അതിനകത്ത് ഹേസൽനട്ടുണ്ട്, പിന്നെ കുറച്ച് സീഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബദാം, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൂടി മിക്സ് ചെയ്ത് മധുരത്തിന് വേണ്ടി ഡേറ്റ്സ് കൂടി ഇട്ടിട്ട് ഇത് പുഴുങ്ങിയെടുക്കാൻ പോവാണ്. എങ്ങനെയാവുമെന്ന് അറിയില്ല. ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച സാധനം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച ഷേപ്പിലേക്ക് വന്നില്ല എന്ന് മാത്രമല്ല, വളരെ അപ്പിയായി കാണപ്പെടുകയും ചെയ്യുന്നു. ടേസ്റ്റ് കുഴപ്പമില്ല കേട്ടോ. കുറേ ഡേറ്റ്സ് ഇട്ടുകൊണ്ട് മധുരമൊക്കെ ഉണ്ട്. ഇടയ്ക്ക് കരിഞ്ഞിരിക്കുന്നത് ഞാൻ ചട്ടിയിൽ വെച്ച് ചുടാനും ശ്രമിച്ചായിരുന്നു കേട്ടോ. ചട്ടിയിൽ ഉണ്ടാക്കുന്ന സാധനം കരിഞ്ഞു പോകണുണ്ടോ എന്നൊരു സംശയം. അപ്പം അതോടുകൂടി ഇന്നത്തെ കലാപരിപാടികൾ അവസാനിക്കുന്നു. ഗുഡ് നൈറ്റ്.